എന്തു പറ്റി? സോറി അമ്മ, സോറി. ഞാനേ സന്തോഷം സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാ. അല്ല തങ്കം, ഇത്ര പെട്ടെന്ന് എങ്ങനെ തങ്കത്തിന്റെ മനസ്സ് മാറിയത്? കൃഷ്ണനെ ഒരു കാരണവശാലും കളരിക്കലേക്ക് അയക്കില്ല എന്ന് തീരുമാനിച്ചതല്ലേ? ആ, അതിന്റെ കാരണം എനിക്കും അറിയണം അമ്മേ. നീ വീട്ടിലേക്ക് വണ്ടി ഒന്ന് വിട്ടേ മോളെ. അമ്മേ, കാരണം എന്താന്ന് പറഞ്ഞിട്ടേ ഇനി ഞാൻ വണ്ടി എടുക്കുന്നുള്ളൂ. തീരുമാനം ഞങ്ങളുടെ രണ്ടുപേരുടെയാ. ശരി, കൃഷ്ണയുടെ ഭാവി എന്തായിരിക്കണമെന്നാ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നേ? കൃഷ്ണൻ നവീന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്താ സംശയം? ഞാൻ എത്രയോ വട്ടം തങ്കത്തിനോടത് പറഞ്ഞിട്ടുള്ളതാ. അതാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മേ, കൃഷ്ണ നവീന്റെ ഭാര്യയായ പിന്നെ കൃഷ്ണയെ കുറിച്ചും പിന്നെ വേറെ ഒന്നിനെ കുറിച്ചും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര വലിയ സപ്പോർട്ടല്ലേ നവീനിൽ നിന്നും കിട്ടുക. എന്നാ ഞാനൊരു കാര്യം പറയാം. ഇനി കളരിക്കലിൽ നിന്ന് കൃഷ്ണ പോകില്ല. എന്നുവെച്ചാ നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെ സംഭവിക്കും. കൃഷ്ണ നവീന്റെ ഭാര്യയായിട്ട് എന്നും കളരിക്കൽ തന്നെ ഉണ്ടാവും. തങ്കം, കാര്യമായിട്ട് തന്നെയാണ് ഈ പറയുന്നേ? അല്ല, അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്താലേ സിതാരമ്മയുടെ പ്രശ്നം ഉണ്ടാക്കില്ലേ? അവര് പകരം വീട്ടാൻ ശ്രമിക്കൂലേ? ഇല്ല, സിതാര മാഡത്തിന് ഇനി വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൾ എന്നോട് വഴക്കിട്ട് ഇറങ്ങിയതാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് തീർന്നിട്ട് വേണം എനിക്ക് അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ. തങ്കം, ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ഗാഥയെ കണ്ടുപിടിക്കുമ്പോഴും അവളുടെ ജീവിതം ഒന്ന് സേഫാന്ന് ഞാൻ കരുതിക്കോട്ടെ. അതിനുവേണ്ടിയാ കൃഷ്ണ കളരിക്കലേക്ക് ഒന്നുകൂടെ പൊക്കോട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെട്ടെ. അത് കഴിഞ്ഞ ഞാൻ എന്റെ മോളെ ഈ നാട്ടിൽ നിർത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഈ നശിച്ച നാട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഒരു വാക്ക് തരാൻ എനിക്കിപ്പോ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും മാഡം പറയുന്ന ഒരു കാര്യവും ഞാൻ വിശ്വസിക്കില്ല. കാരണം മാഡം ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാഡത്തിന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ്. അല്ല തങ്കം, ഗാഥയ്ക്ക് കൊടുക്കുന്ന മകളെന്ന പരിഗണന എന്റെ മനസ്സിൽ കൃഷ്ണയ്ക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അത് മാഡം സമ്മതിച്ചാ ഞാൻ അവളെ കളരിക്കലേക്ക് വിടാം. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്റെ മോളുടെ കഴുത്തിൽ നവീൻ കിട്ടിയ താലി ഇപ്പോഴും ഉണ്ട്. നവീൻ അവളെ തന്നെയാ സ്നേഹിക്കുന്നേന്ന് മാഡത്തിന് നന്നായിട്ടറിയാം. നവീന്റെ മനസ്സ് മുഴുവനും കൃഷ്ണയോടുള്ള സ്നേഹമാ, കൃഷ്ണയുടെ പെരുമാറ്റമാ. ഇപ്പോ കൃഷ്ണ നവീന്റെ ഭാര്യയായി കളരിക്കലേക്ക് പോണമെന്നുണ്ടെങ്കിൽ എന്നും അവള് നവീന്റെ ഭാര്യയായി ജീവിക്കുമെന്ന് ഉറപ്പ് വേണം. മാഡം എന്നും എന്റെ മുന്നിലും എന്റെ മോളുടെ മുന്നിലും ഓരോ ഉപാധികൾ വെച്ച് മാഡം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നില്ലേ? അതൊരമ്മയുടെ ചുമതലയായിരുന്നു. ഇത് എന്നിലെ അമ്മയുടെ ചുമതലയെ. ഞാനീ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കാതെ കൃഷ്ണ കളരിക്കലേക്ക് പോകില്ലേ. സമ്മതിച്ചു.
വാക്കാണ്. ഇനി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സിത്താര മാഡത്തിന് പറ്റില്ല. ഒരിക്കലും ഗാഥയും കൊണ്ട് സിത്താര മാഡം ഇനി കളരിക്കലേക്കും പോകില്ല. കൃഷ്ണ എന്നെന്നും നവീന്റെ ഭാര്യയായിരിക്കും. സൂപ്പർ സൂപ്പർ. എന്തു പറ്റി? സോറി അമ്മ, സോറി. ഞാനേ സന്തോഷം സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാ. ആ, ഓ, എന്റെ കർത്താവേ, ഞാൻ എന്തായി കേട്ടത്? അപ്പോഴേ നമ്മുടെ കൃഷ്ണയ്ക്ക് ഇനി ഒരു പ്രശ്നമില്ല അല്ലേ? ഇല്ല മോളെ. ആ, അവൾ അവളുടെ കഴുത്തിൽ താരി കെട്ടിയവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും. അയ്യോ, മോളിക്കുട്ടിയെ, തങ്കം ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇരുന്നാലും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർത്ത് കണ്ടോടി. ഇങ്ങനെ വേണം ചങ്കൂറ്റമുള്ള അമ്മമാരായ. കൃഷ്ണയെ കുറിച്ച് ആലോചിച്ച് തങ്കത്തിന്റെ ടെൻഷൻ കാണണ്ടല്ലോ. ഇനി ഞാൻ പരാതി ഒന്നും പറയുന്നില്ല ഗോപാലെ. അപ്പൊ തീർന്നില്ലേ? എന്റെ പൊന്നു മോളെ മോളിക്കുട്ടി, ഇതങ്ങനെ നിസ്സാരമായിട്ട് ആഘോഷിക്കേണ്ട കാര്യമൊന്നും അല്ല. നീ ആ വണ്ടിയിലൊരു പാട്ടിട്ടെ, നമുക്ക് അതൊക്കെ കേട്ട് ആസ്വദിച്ച് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കടയിൽ കയറിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണയുടെ ജീവിതം നന്നായിട്ട് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനെങ്ങനെ നടക്കുന്നേ? എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. മോളെ വണ്ടി എടുക്ക്, തങ്ക കേറ്. അയ്യോ ഞാനും ഉണ്ടേ. വണ്ടി എടുത്തോ മോളെ.